ഇലക്ട് എ ക്ലൗൺ എക്സ്പെക്ട് എ സർക്കസ്. അക്ഷരാർത്ഥത്തിൽ അതാണ് ഇന്ത്യയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സാമ്പത്തിക രംഗം തകർച്ചയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സ്റ്റോക്ക് മാർക്കറ്റിലെ തകർച്ച ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ലാത്ത രീതിയിലാണ് പോകുന്നത്. എല്ലാ എക്കോണമിക് ഇൻഡിക്കേറ്റേഴ്സും കാണിക്കുന്നത് വലിയ പ്രതിസന്ധിയിലാണ് ഇന്ത്യ എന്നാണ്. എന്നാൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന് പറയുന്നയാൾ ഗിർവനത്തിൽ സിംഹങ്ങളെ കണ്ട് റീലുണ്ടാക്കി മന്ദഭക്തരെ സന്തോഷിപ്പിക്കുകയാണ്. വിവേകമുള്ള ആളുകളെല്ലാം സ്റ്റോക്ക് മാർക്കറ്റ് ഗിർ ഗയ എന്ന് പറഞ്ഞപ്പോൾ മോദി വിചാരിച്ചു എന്നാൽ താനും ഗിർ ജായേഗ എന്ന്. അങ്ങനെ മോദി ഗിർവനത്തിലൂടെ സഫാരി നടത്തി അതിന്റെ എഡിറ്റ് ചെയ്ത ഫോട്ടോയും വീഡിയോയും സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ച് പുളകം കൊള്ളുകയാണ്. ഇത് കണ്ട് തലയിൽ ആൾതാമസമില്ലാത്ത മന്ദഭക്തരും ആ ഫോട്ടോയും വീഡിയോയും ഷെയർ ചെയ്ത് മോദിയുടെ മാസ്റ്റർ സ്ട്രോക്ക് ആണ് എന്ന് പറഞ്ഞ് നിർവൃതി അടയുന്നു. രാജ്യത്തിന്റെ സാമ്പത്തിക രംഗം വലിയ തകർച്ചയാണ് നേരിടുന്നത്. എന്നാൽ പ്രധാനമന്ത്രി എന്ന് പറയുന്ന വ്യക്തിക്ക് അതിനെക്കുറിച്ച് യാതൊരു വേവലാതിയുമില്ല. മോദിയുടെ ബുദ്ധി അനുസരിച്ച് ഇതിനുള്ള പരിഹാരം വൈൽഡ് ലൈഫ് സഫാരി നടത്തുകയും ലോകോത്തര ഫ്രോഡുകളായ ബാബാമാരെ കെട്ടിപ്പിടിച്ച് അതിന്റെ ഫോട്ടോ സോഷ്യൽ മീഡിയയിലൂടെ ഷെയർ ചെയ്ത് തന്റെ സഹോദരനാണ് എന്ന് പറയുകയുമാണ്. രാജ്യത്തിന്റെ പ്രശ്നങ്ങൾക്ക് എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കുക എന്നുള്ളത് മോദിയുടെ അജണ്ടയിൽ ഇല്ല. ഇവിടെ വികാസ് ഭദൌരിയ എന്ന മന്ദഭക്തൻ മോദിയുടെ ഈ ഫോട്ടോ ഷെയർ ചെയ്തുകൊണ്ട് എഴുതിയിരിക്കുന്നത് ബബർ ഷെയർ എന്നാണ്. ഇതുകൊണ്ട് ആർക്കാണ് ഗുണം? ഇതാണ് മോദി 24 മണിക്കൂറും പണിതുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നത്. 5 പൈസയുടെ നാണമുണ്ടെങ്കിൽ ഈ ഒരു സിറ്റുവേഷനിൽ ഇങ്ങനെ ചെയ്യാൻ ആർക്കെങ്കിലും തോന്നുമോ? അതും പ്രത്യേകിച്ച് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിരിക്കുമ്പോൾ. ഒന്നിനുമുള്ള കഴിവില്ല എന്ന് അറിയാം, എങ്കിലും അതിങ്ങനെ ജനങ്ങളുടെ മുന്നിൽ തുറന്നു കാട്ടാൻ ഒരു മടിയും വിചാരിക്കാത്തത് അത്ഭുതമാണ്. ഇവിടെ മോദി കുറിച്ചിരിക്കുന്നത് ഗിർവനത്തിലെ സിംഹങ്ങളുടെ കൂടെ തന്റെ ഫോട്ടോഗ്രാഫിയുടെ കഴിവ് ഒന്ന് പരിശ്രമിച്ചു നോക്കി എന്നാണ്. ഈ ഫോട്ടോഗ്രാഫിയുടെയും വീഡിയോഗ്രാഫിയുടെയും കഴിവ് പ്രകടിപ്പിക്കേണ്ട സമയമല്ല ഇത് മിസ്റ്റർ പ്രധാനമന്ത്രി. മറിച്ച് തകർന്നുകൊണ്ടിരിക്കുന്ന രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട സമയമാണ്. ഷെയർ മാർക്കറ്റ് എന്ന് കേട്ടപ്പോൾ മോദിയുടെ വിവരമനുസരിച്ച് ഷെയർ അതായത് സിംഹം എന്നാണ് മോദിക്ക് മനസ്സിലായത് എന്ന് തോന്നുന്നു. അതായിരിക്കാം സിംഹങ്ങളുടെ കൂടെ നിന്നുള്ള ഈ ഫോട്ടോഷൂട്ട് നടത്തിയത്. ഇന്ത്യയുടെ രൂപയുടെ മൂല്യം കുത്തനെ ഗിർ ഗയ. അപ്പോൾ മോദിയും ഗിർ ഗയ. ഇവിടെ ഗവൺമെന്റ് ഷെയർ ചെയ്തിരിക്കുന്ന ചിത്രമാണ് ഇത്. അതിൽ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ഇന്ത്യക്കാരനാണെങ്കിൽ ആഘോഷിക്കുക എന്നാണ്. എന്താണ് ആഘോഷിക്കേണ്ടത്? ചരിത്രത്തിൽ ഏറ്റവും വലിയ തൊഴിലില്ലായ്മയോ, കുത്തനെ ഇടിയുന്ന ഇന്ത്യൻ രൂപയുടെ മൂല്യമോ, ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും നീണ്ട സ്റ്റോക്ക് മാർക്കറ്റിന്റെ കുത്തനെയുള്ള ഇടിവോ? ഇതൊന്നും സെലിബ്രേറ്റ് ചെയ്യാൻ തലയിൽ ആൾതാമസമുള്ള ഇന്ത്യക്കാർക്ക് കഴിയില്ല മോദി. ഇപ്പോൾ നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഒരു രാജ്യദ്രോഹിയും പാകിസ്ഥാനിയുമാണ് എന്ന് പറയേണ്ടി വരും. അല്ലാതെ ആരാണ് ഇന്ത്യയുടെ തകർച്ചയിൽ ആഘോഷിക്കുക? ഡസൻ കണക്കിന് ഫോട്ടോഗ്രാഫേഴ്സുമായാണ് മോദി ഫോട്ടോഷൂട്ടിന് ഇറങ്ങിയത്. അങ്ങനെ പങ്കുവച്ച ഈ ചിത്രത്തിൽ മോദിയുടെ ജീപ്പിൽ പതിഞ്ഞിരിക്കുന്ന ഈ സർക്കിൾ ചെയ്തിരിക്കുന്ന ഷാഡോ കണ്ടോ? 3 പേർ ക്യാമറയുമായി നിൽക്കുന്നതിന്റെ നിഴലാണ് മോദിയുടെ ഈ ജീപ്പിൽ പതിഞ്ഞിരിക്കുന്നത്. ഫോട്ടോ എടുക്കുന്നത് മറ്റൊരാളാണ് എന്ന് ഓർക്കണം. മോദി പങ്കുവച്ച ഇതിന്റെ ചില വീഡിയോകൾ കണ്ടുകൊള്ളൂ. ഇന്ത്യയിലെ ഗോദി മീഡിയകൾക്ക് ഇതൊക്കെയാണ് വാർത്തകൾ. അല്ലാതെ തകരുന്ന ഇന്ത്യയിലെ സാമ്പത്തിക രംഗം അവർക്കൊരു വാർത്തയേ അല്ല. ഇന്ത്യയിലെ ഏറ്റവും വലിയ മീഡിയ ANI പങ്കുവച്ച ചിത്രങ്ങളാണ് ഇവ. ഈ മൃഗങ്ങളുടെ അടുത്ത് ചെന്ന് ഫോട്ടോഷൂട്ട് നടത്തുന്ന മോദിക്ക് ഇതുവരെയും മണിപ്പൂരിൽ ഒരു പ്രാവശ്യം പോലും സന്ദർശനം നടത്താനുള്ള സമയം ലഭിച്ചിട്ടില്ല. ഇവിടെ മോദി ക്യാമറ കൊണ്ട് ഫോട്ടോ എടുക്കുന്ന ഈ ദൃശ്യം ശ്രദ്ധിച്ചോളൂ. ഇതിൽ ക്യാമറയുടെ സ്ക്രീൻ ഓൺ ആയിട്ട് പോലുമില്ല. അതായത് മോദി ഫോട്ടോ എടുത്തു എന്ന് പറയുന്നത് മോദിയെ പോലെ തന്നെ വെറും കള്ളമാണ് എന്ന് സാരം. മോദി ഒരു ക്യാമറയും പിടിച്ച് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തു. മോദിയുടെ കൂടെയുള്ള ഡസൻ കണക്കിന് ആളുകൾ എടുത്ത ഫോട്ടോയാണ് മോദി എടുത്തതാണ് എന്നും പറഞ്ഞ് ഫേക്കായി പ്രചരിപ്പിക്കുന്നത്. ഇത്രയും നിർലജ്ജ്യമായി ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്ക് എങ്ങനെ തരം താഴാൻ സാധിക്കുന്നു അല്ലേ? ഇവിടെ ശ്രീനിവാസ് S എന്നയാൾ എഴുതിയിരിക്കുന്നത് വളരെ അർത്ഥവത്തായ കാര്യമാണ്. ഇന്ത്യയിലെ പൗരന്മാർ മോദിയോട് ഷെയർ മാർക്കറ്റിനെ നോക്കണം എന്ന് പറഞ്ഞപ്പോൾ മോദിക്ക് മനസ്സിലായത് ഷെയർ അതായത് സിംഹം എന്നാണ്. മോദിയുടെ ട്രാൻസ്ലേറ്ററിനെ ഫയർ ചെയ്യേണ്ട സമയമായിരിക്കുന്നു. ഇവിടെ രോഹിത് മുദ്ര എന്ന 2 രൂപ കൂലി എഴുതിയിരിക്കുന്നത് കണ്ടോ? മോദി ടൂറിസം പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഗിർവനത്തിൽ പോയപ്പോൾ ജിഹാദികളായ കേരള കോൺഗ്രസിന്റെ ആളുകൾ അതിനെ ഇന്ത്യയുടെ ഭാഗമായി കണ്ടില്ല എന്ന്. ഇതാണ് ഇവരുടെ ബുദ്ധിയുടെ റേഞ്ച് എന്നുള്ളത് നമുക്കൊന്നും അത്ഭുതമുളവാക്കുന്ന കാര്യമല്ല.
കൃഷ്ണകാന്ത് എന്ന വ്യക്തി കുറിച്ചിരിക്കുന്നത് സാധാരണ ജനങ്ങളുടെ കണ്ണു തുറപ്പിക്കേണ്ടതാണ്. ഇന്ത്യയിലെ ഷെയർ മാർക്കറ്റ് തകർന്ന് നിക്ഷേപകരുടെ 96 ലക്ഷം കോടി രൂപ നഷ്ടപ്പെട്ട സമയത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ പ്രയോറിറ്റികൾ എന്താണെന്ന് കണ്ടല്ലോ എന്നാണ് അദ്ദേഹം കുറിച്ചത്. ഇവിടെ അംബാനിയുടെ മകന്റെ കൂടെ നിന്ന് ആനയുടെ സൗന്ദര്യം ആസ്വദിക്കുകയാണ് മോദി. എന്താണ് ഇങ്ങനെ ഒരു പ്രധാനമന്ത്രിയെ കുറിച്ച് പറയേണ്ടത് എന്ന് എനിക്ക് ഒരു രൂപവുമില്ല. പ്രധാനമന്ത്രി പോയിട്ട് ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് പോലും ആകാൻ യോഗ്യതയില്ലാത്തയാളെ പ്രധാനമന്ത്രി കസേരയിൽ കയറ്റിയിരുത്തിയാൽ ഇങ്ങനെയായിരിക്കും ആ രാജ്യത്തിന്റെ ഗതി. ഇത്രയും നാളും ഇന്ത്യ അല്പമെങ്കിലും പിടിച്ചു നിന്നത് ഇതിനു മുൻപ് ഭരിച്ച ഡോക്ടർ മൻമോഹൻ സിംഗ് ഉണ്ടാക്കി വെച്ച എക്കോണമിയുടെ പിൻബലത്തിലാണ്. രാജ്യം തകർച്ചയിൽ നിന്ന് തകർച്ചയിലേക്ക് പോകും എന്ന് ഉറപ്പാണ്. അപ്പോൾ മോദി ഇതുപോലെ ഫോട്ടോഷൂട്ട് നടത്തി മന്ദഭക്തരെ സന്തോഷിപ്പിച്ചുകൊണ്ടിരിക്കും. അവർ അത് പ്രചരിപ്പിച്ച് മാസ്റ്റർ സ്ട്രോക്ക് ആണ് എന്നും പറഞ്ഞ് ആത്മനിർവൃതി അടയും. പക്ഷെ നഷ്ടപ്പെടുന്നത് ഇന്ത്യയിലെ ജനങ്ങൾക്കാണ്, അവരുടെ ജീവിതമാണ്.